മുബഷീർ, അൻവറിന്റെ നാട്ടിലടക്കം പ്രതിഷേധം കടുപ്പിച്ചുകൊണ്ട് അൻവറിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക ലക്ഷ്യത്തോടെ നീങ്ങാനാണോ CPIM ഉദ്ദേശിക്കുന്നത്? പ്രത്യേകിച്ചും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ അൻവറിനെതിരെ രംഗത്തിറങ്ങാൻ പരസ്യമായി ആഹ്വാനം ചെയ്തിരിക്കുകയല്ലേ മുബഷീർ? നിശ്ചയമായും സുജയ, അത്തരമൊരു നീക്കം അല്ലെങ്കിൽ അത്തരമൊരു പ്രഖ്യാപനത്തിന് പിന്നാലെ ഇന്ന് രാവിലെ നമ്മൾ കണ്ടതാണ് അൻവറിന്റെ ഒതായിലെ വീട്ടിന് മുൻപിൽ CPM ഒതായി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെടുന്നു. പിന്നീട് ജില്ലയിലുടനീളം ആ നിലയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് എടക്കര ഏരിയ കമ്മിറ്റി ഓഫീസിന് മുൻപിലാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ പ്രതിഷേധ പ്രകടനങ്ങൾ ആരംഭിക്കും. മലപ്പുറം ജില്ലയിലെ എല്ലാ ഏരിയ കമ്മിറ്റികൾക്ക് കീഴിലും ഇത്തരത്തിൽ PV അൻവറിനെതിരെ പ്രതിഷേധ പരിപാടികൾ, യോഗങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. നിലമ്പൂരിൽ ഉൾപ്പെടെ ആ നിലയിൽ അൻവർ നടത്തുമെന്ന് പറയപ്പെടുന്ന പൊതുയോഗങ്ങൾക്ക് മറുപടിയായി CPMന്റെ ഒരു ശക്തി പ്രകടനമാക്കി മാറ്റാൻ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. വലിയ പങ്കാളിത്തം ഈ ഒരു പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ തന്നെ ഉറപ്പുവരുത്തുന്നുള്ളതാണ്. വലിയ പ്രതിഷേധം തന്നെയാണ് അൻവറിന് എതിരെ ജില്ലയിലുടനീളം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഭൂമാഫിയകളുടെ വക്താവായി PV അൻവർ മാറി എന്നുള്ളതാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ കോമാളിയായി PV അൻവർ മാറി എന്ന ഗുരുതരമായ അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉന്നയിച്ചു എന്നുള്ളതാണ്. നേരത്തെ നിലമ്പൂർ ഏരിയ സെക്രട്ടറിയുമായി നമ്മൾ സംസാരിച്ച ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് അൻവർ നേരത്തെ പ്രഖ്യാപിച്ച ഒരു പൊതുയോഗത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ ഒരു പൊതുയോഗത്തിലേക്ക് പാർട്ടി അനുഭാവമുള്ള ഒരു വ്യക്തി പോലും പോകില്ല, അത് പാർട്ടി വെല്ലുവിളിക്കുകയാണ് എന്നുള്ളതാണ് ഈ പത്മാക്ഷൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ആ നിലയിൽ പാർട്ടി ശക്തമായി അൻവറിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം തന്നെയാണ് മലപ്പുറം ജില്ലയിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ പ്രതിഷേധ പ്രകടനം എടക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുമല്ലേ? ആരംഭിക്കും. കുറച്ച് ദിവസങ്ങളായി നിലമ്പൂരിൻ്റെ MLA PV അൻവർ ഈ പാർട്ടിക്കും ഈ ഗവൺമെൻറ്റിനെതിരെ വലിയ പാർട്ടി വിരുദ്ധ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ഘട്ടത്തിൽ പാർട്ടി ഭരണരംഗത്തുള്ള കാര്യങ്ങൾ പരിശോധിക്കാനും അതോടൊപ്പം തന്നെ പാർട്ടി പരിശോധിക്കേണ്ട കാര്യങ്ങൾ പാർട്ടി പരിശോധിക്കുന്ന ആളുകൾ കൃത്യമായി ധരിപ്പിച്ചതാണ്. ആ ധാരണയ്ക്ക് വിരുദ്ധമായി ആ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ധാരണയ്ക്ക് വിരുദ്ധമായിട്ടാണ് PV അൻവർ കുറച്ച് മാസങ്ങളായി, കുറച്ച് ആഴ്ചകളായി വലിയ രീതിയിൽ പാർട്ടീനെ ആക്രമിക്കപ്പെടുന്നത്. അത് പാർട്ടി വിരുദ്ധരുടെ കയ്യിലും വലതുപക്ഷ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികളെയും കയ്യിലെ പാവയായിട്ട് ഇന്ന് PV അൻവർ മാറിയിട്ടുണ്ട്. ആ അൻവറിന് ഈ പാർട്ടി ആരാ അല്ലെ എന്താണ് എന്ന് ഞങ്ങൾ കാണിച്ചു കൊടുക്കാൻ പോവുകയാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മണ്ഡലം വർഷങ്ങൾക്ക് ശേഷമാണ് ഇടതുപക്ഷം അൻവറിലൂടെ തിരിച്ചു പിടിക്കുന്നത്. അൻവർ സ്വാഭാവികമായും ഈ നിലയിൽ വിട്ടുപോകുമ്പോൾ അതൊരു പാർട്ടിക്ക് ഒരു നഷ്ടമാകില്ലേ നിലമ്പൂരിനെ സംബന്ധിച്ച്? നിലമ്പൂരിനെ സംബന്ധിച്ച് മുമ്പും പാർട്ടി ജയിച്ചിട്ടുണ്ട്. അൻവർ വന്നിട്ട് മാത്രമല്ല നിലമ്പൂർ മണ്ഡലം ജയിച്ചത്. സഖാവ് കുഞ്ഞാലിൻ്റെ കാലത്ത് ജയിച്ചു എന്നാണ്. TK ഹംസ ജയിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പാർട്ടി പിന്തുണ കൊടുത്തുകൊണ്ട് ആര്യാടനോട് ജയിപ്പിച്ചിട്ടുണ്ട്. ഒരു അൻവറിൻ്റെ ഒരു വിജയമായിട്ടല്ല ഞങ്ങളതിനെ കാണുന്നത്. അൻവർ ഒരു ഘടകമാണ്, പക്ഷേ പാർട്ടീൻ്റെ ഒരു വിജയമായിട്ട് തന്നെ ഞങ്ങൾ അതിനെ കാണുന്നത്. നിലമ്പൂരിൽ ഒരു പൊതുയോഗം സംഘടിപ്പിക്കുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പാർട്ടി അംഗങ്ങളെ, അനുഭാവികളെയൊക്കെ തന്നെ ആ പരിപാടിയിൽ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് അൻവർ പറയുന്നുണ്ട്. ഓരോ പാർട്ടി മെമ്പറും ഈ എടക്കര മേഖലയിൽ നിന്ന് പോകില്ല. അതിന് അൻവറിന് എന്താണ് ഈ പാർട്ടി എന്ന് കൃത്യമായി കാണാൻ പോകുന്നുള്ളൂ അൻവർ. തീർച്ചയായും അത് തന്നെയാണ്. പാർട്ടിയുമായി അനുഭവമുള്ള പാർട്ടി അംഗങ്ങൾ ആരും തന്നെ അൻവർ പ്രഖ്യാപിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നുള്ളതാണ് എടക്കര ഏരിയ സെക്രട്ടറി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രതിഷേധ പ്രകടനങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്ന് ആരംഭിക്കും. നിലമ്പൂരിലും മലപ്പുറത്തും വണ്ടൂരിലും അതുപോലെ തന്നെ കൊണ്ടോട്ടിയിൽ ഉൾപ്പെടെ സമാനമായ രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. അൻവറിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന എടവണ്ണയിലും വലിയ പ്രതിഷേധ പ്രകടനം തന്നെയാണ് നടക്കാൻ പോകുന്നത്. പാർട്ടിക്കെതിരെ സംസാരിച്ച, പാർട്ടിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച അൻവറിനെതിരെ വലിയ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഉയരുമെന്ന് തന്നെയാണ് മലപ്പുറം ജില്ലയിലെ CPM നേതൃത്വം വ്യക്തമാക്കുന്നത്. സുജയ.